ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഇവിടെ ദെബോരായുടെ ഒരു കീർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ പാടുന്നത്. ദെബോരായുടെയും ബാറാക്കിൻ്റെയും കീർത്തനമെന്ന് ഈ കീർത്തനം അറിയപ്പെടുന്നു. യുദ്ധത്തിൽ പോരാടാൻ വന്ന വിവിധ ഗോത്രങ്ങളെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ 5-ാം അധ്യായത്തിൽ 23-ാം വാക്യം വരുമ്പോൾ മേരോസിനെ ശപിക്കുവേൻ എന്ന് വായിക്കുന്നു. ഇവർ യഹൂദാ ഗോത്രത്തിൽപ്പെട്ട മക്കളാണ്. അവരെ ശപിക്കാൻ കാരണം അവരെ യുദ്ധത്തിൽ ഇവരോടുകൂടി പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അവർ മൗനം പാലിച്ചു. അവർ ഏതെങ്കിലും ഒരു പാപം ചെയ്തിട്ടല്ല, പക്ഷെ ചെയ്യേണ്ട കാര്യത്തിന് അവർ സഹകരിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. ശത്രു വന്നപ്പോൾ അവർ യഹോവയുടെ പക്ഷത്ത് അവർ ചേർന്നില്ല എന്നുള്ളതാണ്. നാം പാപമൊന്നും ചെയ്യുന്നില്ലെങ്കിലും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നത് പാപത്തിൻ്റെ പട്ടികയിലാണ് ഉൾപ്പെടുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. നാം ക്രിസ്തുവിനോട് ചേർന്ന് പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ പടയാളികളാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ അനേക പ്രാവശ്യം നമ്മൾ ചിന്തിച്ചാണല്ലോ. നമുക്കൊരു പോരാട്ടമുണ്ട്. ജഡരക്തങ്ങളോടല്ല, അന്തരീക്ഷം പതിരിക്കുന്ന ദുഷ്ടാത്മ സേനയോടാണ്. അതിനോട് യുദ്ധം ചെയ്യുവാൻ ക്രിസ്തുവിൻ്റെ പടയാളികളായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. പാപം 2 രീതിയിലുണ്ട്. ഒന്ന് പ്രവൃത്തിപരമായി ചെയ്യുന്ന കർമ്മപാപം, 2 തിരസ്കര പാപം എന്ന് പറയും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടപ്പോൾ നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കുന്നത് അത് പാപത്തിൻ്റെ പട്ടികയിൽ തന്നെയാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്യാത്തവന് അത് പാപമത്രേ. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്യാത്തവനത് പാപമത്രേ. അപ്പോൾ നമ്മൾ തിന്മകൾ ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യാവുന്ന നന്മകൾ ചെയ്യാതിരിക്കുന്നതും പാപത്തിൻ്റെ പട്ടികയിൽ പെടുന്നു എന്നുള്ളതാണ്. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യം യഹോവയായ ദൈവം പറയുന്നു പ്രവാചകനോട്, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. ദുഷ്ടൻ ദുഷ്ടത ചെയ്യുമ്പോൾ ദുഷ്ടതയിൽ അവൻ മരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം നീ അവനെ ഓർപ്പിക്കുകയോ അവൻ പാപം ചെയ്യാതിരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയോ ചെയ്യാതിരുന്നാൽ അവൻ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. കാരണം നീ അവനെ വേണ്ട ഉപദേശം നൽകിയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. നാം പാപം ചെയ്യുന്നില്ലെങ്കിലും പാപം ചെയ്യുന്നവനെ തിരുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് പറയുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ദുഷ്ടനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ശാസിക്കുവാനും ഇത് തിരുത്താനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ തിന്മ ചെയ്യുന്നത് മാത്രമല്ല, നന്മ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നതും പാപത്തിൻ്റെ പട്ടികയിൽപ്പെടുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞതായ ഉപമയിൽ, നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ, അവിടെ ലേവ്യനും പുരോഹിതനും അവനോട് ദ്രോഹം ഒന്നും ചെയ്തില്ല, പക്ഷെ മുറിവേറ്റ് കിടന്നവനെ കണ്ടിട്ട് കാണാത്തതുപോലെ അവർ പോയി എന്നുള്ളതാണ്. അതായിരുന്നു അവരുടെ പാപം. അതാണ് നമ്മൾ പറയുന്ന തിരസ്കര പാപം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ നമുക്ക് ചുറ്റും അകൃത്യവും വഞ്ചനയും ഒക്കെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ മൗനമായിരിക്കുന്നത് ആ പാപം ചെയ്യുന്നതിന് ഇത് തുല്യമാണ്. അതുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ പടയാളികളാണെന്നുള്ള ബോധ്യത്തോടെ നന്മ ചെയ്യാനും തിന്മയ്ക്കെതിരെ ശബ്ദിക്കാനും നമുക്കിടയാകണം. നമ്മുടെ കർത്താവും സ്ത്രീഹന്മാരും ഒക്കെ അതാണല്ലോ ചെയ്തത്. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തിയടിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.